ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ പെരട്ടാണ്. അപ്പം ഇന്ന് അമ്മേൻ്റെ സ്പെഷ്യൽ ചിക്കൻ പെരട്ടാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് അമ്മ പറയും. മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, കാശ്മീരി മുളക് ഒരു 1.5 ടേബിൾ സ്പൂൺ. പിന്നെ നിങ്ങളെ എരിവിനനുസരിച്ചിട്ട് കുറക്കുക ചെയ്യാം. സാധാരണ മുളക് പൊടി വേണമെങ്കിൽ അതിൻ്റെ കൂടെ ഉപയോഗിക്കാം. കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ. ഗരം മസാല ഇത് നമ്മൾ തന്നെ വറുത്ത് പൊടിച്ച് വെച്ചതാണ്, അതും 1 ടേബിൾ സ്പൂൺ. പിന്നെ അതിന് നമ്മൾക്ക് ഉള്ളി ഒരു 2 ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ 2-3 ചെറിയ തക്കാളി എടുത്തിട്ടില്ല, അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്. പിന്നെ അതിന് തേങ്ങ നമ്മൾ ലാസ്റ്റ് വറുത്തിടും. അതിനെ ചിക്കൻ പെരട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ കണ്ണൂർ കാസർഗോഡെല്ലാം ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണിത്. അപ്പോൾ അത് നമ്മൾ ലാസ്റ്റ് തേങ്ങ വറുത്തിട്ട് അതും കൂടെ അതിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. ഇതിപ്പോൾ അമ്മ ഗ്യാസ് ഓൺ ചെയ്തു. അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. നമ്മൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കാറ്, അതാണ് ടേസ്റ്റും ഉണ്ടാവുക. ഇതിലേക്ക് ആദ്യം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ആദ്യം ഇടുന്നത്. എന്നിട്ട് ഇതിൻ്റെ ഒരു മണം മാറി കിട്ടുമ്പോൾ നമ്മൾ അടുത്ത ഉള്ളി പച്ചമുളക് അതിൻ്റെ കറിവേപ്പില എന്നൊന്ന് വാടി വെക്കുക. അടുത്തത് ഉള്ളി ഇടുന്നത്. ഇതൊരു ലൈറ്റ് ബ്രൗൺ കളർ വരുന്നവരെ നമുക്കിത് വാട്ടിയെടുക്കാം. ആ സമയത്ത് നമുക്കിപ്പോൾ ഈ ഗ്യാസിൽ നിന്ന് നമുക്ക് ഈ തേങ്ങ ഒന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് വറുത്തെടുക്കാം. ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട് അപ്പം ഇത് പെട്ടെന്ന് നമ്മൾ ഗോൾഡൻ ബ്രൗൺ കളർ ആകാൻ വേണ്ടിയിട്ട് നമ്മളതിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ടാണ് ഇളക്കിയത്. അപ്പോൾ അത് പെട്ടെന്നാവും. ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നതായിരിക്കും, എന്നാലും ഇവിടെ പറഞ്ഞതേയുള്ളൂ. അതുപോലെ തേങ്ങ ഇവിടെ ഗോൾഡൻ ബ്രൗൺ കളറായി നല്ല ബ്രൗൺ കളറായിട്ട് തന്നെ ഇവിടെ വറുത്ത് വെച്ചിട്ടുള്ളത്. ഇത് ലാസ്റ്റാണ് നമ്മൾ ചിക്കൻ്റെ അതിലേക്ക് ഇടുക. ഇനിയിപ്പോൾ അടുത്തത് അമ്മ തക്കാളി ആഡ് ചെയ്തു. ഇതിൽ തക്കാളി ഇത് കുറച്ചൊന്ന് ഉടഞ്ഞു വന്ന ശേഷം പിന്നെ പൊടികൾ ചേർക്കും. അപ്പോൾ തക്കാളിയുടെ ആ ഒരു സ്മെല്ലും മാറിക്കിട്ടും. തക്കാളി ഇപ്പോൾ ഏകദേശം വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കുന്നതായിരിക്കും. എല്ലാ പൊടികളും നമുക്ക് ഒരുമിച്ച് തന്നെ ചേർത്തിട്ട് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് തീ നന്നായിട്ട് കുറച്ച് വെക്കണം, ഇല്ലെങ്കിൽ പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതിൻ്റെ നല്ല പച്ചമണമൊക്കെ മാറി കിട്ടി. ഇനിയിപ്പോൾ ഇതിലേക്ക് ചിക്കൻ നമുക്ക് ചേർക്കാം. ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിലേക്ക് മഞ്ഞളും ഉപ്പും കൂടെ പെരക്കി വെച്ചിട്ടാണ് ഉള്ളത്. അത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. വെള്ളമിടാണ്ട് ചിക്കൻ മാത്രം.
ഇതിലേക്ക് നമുക്ക് ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിൽ നിന്ന് തന്നെ ചിക്കൻ തന്നെ വെള്ളം ഇറങ്ങി വരും. ഈ മസാലയിൽ ഇനി യോജിപ്പിച്ച ശേഷം നമുക്കിത് അടച്ചു വെക്കാം. ഇന്ന് നമ്മൾ ഉച്ചക്കേക്ക് കുറച്ച് മത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു, നല്ല ഫ്രഷ് മത്തിയാണ്. അപ്പം അത് പൊരിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ഉച്ചഭക്ഷണത്തിലുള്ള കറി പരിപ്പും ചക്കക്കുരുവും കൂടിയുള്ള ഒരു കറിയാണ്. പിന്നെ ചീര ഉപ്പേരി. ചീര നമ്മളെ സ്വന്തം ചീരയാണ്, നമ്മളിവിടെ തന്നെ ഉണ്ടാക്കിയ ചീര. കൂടെ മത്തി പൊരി ഏകദേശം ഒരു 10 മിനിറ്റായി. എന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കിയിട്ട് ഒന്ന് വീണ്ടും അടച്ച് വെച്ച് കഴിക്കാം. കൂട്ടത്തിൽ ഇവിടെ മത്തി പൊരിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ ഉച്ച ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ആണ് ഇതൊക്കെ. ഉള്ളി വഴറ്റുമ്പോൾ ചിക്കനിൽ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, എന്നാലും കുറച്ചും കൂടി ഉപ്പിൻ്റെ ആവശ്യമുണ്ട്. അതിപ്പോൾ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. കൈ കൊണ്ട് തന്നെ ഉപ്പിടുക, എന്നാലും എനിക്കതൊരു കണക്ക് കിട്ടില്ല. അതാണ് ഇതിൽ തന്നെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇരിക്കണം. ഇനി ഒരു 10 മിനിറ്റ് കൂടെ നമുക്കിത് അടച്ചു വെക്കാം. ചിക്കൻ വെന്ത് കഴിഞ്ഞ് അതുപോലെ നമ്മുടെ മത്തിയും ഫ്രൈ ആയിട്ടുണ്ട്. ഇപ്പം ഇതിലേക്ക് ഈ വറുത്ത തേങ്ങ നമുക്ക് ഇടാം. ചിക്കൻ പെരട്ട് റെഡിയായി. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ലാസ്റ്റ് കുറച്ച് കറിവേപ്പില അത് ആഡ് ചെയ്യാം. മല്ലിയിലയും കൂടെ ഉണ്ടെങ്കിൽ ലാസ്റ്റ് ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. പക്ഷെ ഇപ്പം നമ്മളെടുത്ത് മല്ലിയില ഇല്ല, അതുകൊണ്ട് കറിവേപ്പില വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മളെ ചിക്കൻ പെരട്ട് റെഡിയായി. ചിക്കൻ പെരട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം, നല്ല രുചിയാണ്. നമ്മൾ മുമ്പേ ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കണം, എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം പറയണം.